എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുക്കണം, ലൈക്കും തരണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്നൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓടുക അമ്പലത്തിലോ പള്ളിയിലോ ഒന്നുമല്ല. നമ്മൾ ആദ്യം പോവുക ഹോസ്പിറ്റലിലാണ്, അല്ലേ? ഹോസ്പിറ്റലിലൊക്കെ പോയി മാക്സിമം നോക്കിയിട്ട് നമുക്ക് അസുഖം കുറയുന്നില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോവും, ദൈവത്തിനോട് സങ്കടമൊക്കെ പറയും, വഴിപാടുകളൊക്കെ നടത്തും. സ്വാഭാവികമായിട്ടും ഈശ്വര വിശ്വാസമുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹോസ്പിറ്റലിനെ ആശ്രയിക്കും എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുവാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അതായത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടത്, ഒരു കുഞ്ഞിനെ ചികിത്സയ്ക്ക് കൊണ്ടു ചെന്നിട്ട് ഒടുവിൽ ആ കുഞ്ഞിൻ്റെ 8 വയസ്സോ മറ്റോ ഉള്ള പെൺകുഞ്ഞാണെന്ന് തോന്നുന്നു, ആ കുഞ്ഞിൻ്റെ ആ കൈ തന്നെ മുറിച്ച് കളയേണ്ട അവസ്ഥയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു വ്യക്തി ഇന്ന് ജീവനോടെ ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടൊരു വാർത്തയെന്ന് വെച്ചാൽ, ഒരു പ്രായമുള്ള ഒരു അച്ഛനാണ്, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോബ്ലം വന്നു, അദ്ദേഹത്തിൻ്റെ ഈ തൊണ്ടയിൽ സ്കിന്ന് കട്ട് ചെയ്ത് വെക്കേണ്ട ആ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് വെട്ടിവെച്ച സ്കിന്നെന്ന് പറയുന്നത് രോമമുള്ള ഭാഗത്ത് ആ ഒരു സ്കിന്ന് ഷേവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വച്ച് കിട്ടി. ഒടുവിൽ എന്ത് ചെയ്തു, ആ ഒരു രോമം തൊണ്ടയ്ക്കുള്ളിൽ വന്നു. തൊണ്ടയ്ക്കുള്ളിൽ ഒരു പൊടി പോലും പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പൊടി പോയാലും, വെള്ളം പോലും വാക്കല്ലാതെ പാഞ്ഞു കയറി നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു മുളകിൻ്റെ തരി പോയാലും, മുളക് പോട്ടെ, എന്ത് സാധനമാണെങ്കിലും, ഒരു തേങ്ങാപ്പീരയാണെങ്കിലും തൊണ്ടയിൽ കുരുങ്ങിയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അച്ഛൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ രോമം വളർന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ഏത് ചാനലിലാണ്, എങ്ങനെയാണ് വന്നത്, ഏത് ന്യൂസിലാണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പം തന്നെ ചുമച്ച് ഛർദ്ദിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. വെള്ളം കുടിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. പുള്ളിക്കാരന് ആരോഗ്യത്തിന് കുറവൊന്നുമില്ല, വിശപ്പും നല്ല രീതിയിലുണ്ട്. അങ്ങനെ ആ ഒരു വ്യക്തി ഇന്ന് ജീവനോടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു വാർത്ത ആരെങ്കിലും ആ ഒരു സമയത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ ആ ഒരു വാർത്ത അതൊരു ഡോക്ടർക്ക് വന്ന ആ ഒരു കൈപ്പിഴവിൽ സംഭവിച്ചതാണ്. അതുപോലെ തന്നെ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അറിയാം, നിങ്ങളിൽ എത്ര പേർക്ക് ആ ഒരു വാർത്ത കണ്ടു എന്ന് എനിക്കറിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന മറ്റൊരു വാർത്തയാണ്. ഒരു സ്ത്രീയുടെ എന്തോ ഒരു സർജറിക്ക് ശേഷം അവർക്കെന്ന് പറഞ്ഞാൽ ഏത് സമയവും ഇങ്ങനെ യൂറിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതായത് മൂത്രസഞ്ചിക്കകത്ത് ചെറിയൊരു ഹോളുണ്ടായി. ഇവരാണെങ്കിലോ ഒരു പാവപ്പെട്ട വീട്ടിലുള്ളതും, എപ്പോഴും മൂത്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ആ ഒരു വീടിനകത്ത് പോലും ആരും ചെല്ലാത്ത അവസ്ഥ. ഇവർക്കൊരു ഫംഗ്ഷനോ എങ്ങും പോവാൻ, പുറത്തേക്ക് പോലും പോവാൻ പറ്റാത്തൊരവസ്ഥ. കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഇങ്ങനെ മൂത്രം ഇങ്ങനെ ഒഴിക്കാതെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരുപാട് പാമ്പേഴ്സൊക്കെ വെച്ച് കെട്ടിയും തുണികളൊക്കെ മടക്കി ഉപയോഗിച്ചൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ ആ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ യൂറിനല്ലേ, അപ്പോൾ ആ ഒരു മൂത്രം അതിനകത്ത് നിറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതാവും. അവർ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ. നോക്കുമ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് എന്താ സംഭവിച്ചത്, അവർക്കൊരു കൈപ്പിഴ, മൂത്രസഞ്ചിയിൽ ചെറിയൊരു ഹോള് വന്നു. അവിടെ ഒരു ജന്മം തന്നെ തൊലഞ്ഞു പോയത് ആരുടേതാണ്? ആ ഒരു സ്ത്രീയുടേത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡോക്ടർമാർക്ക് വരുന്ന കയ്യബദ്ധങ്ങളും ഡോക്ടർമാർക്ക് സംഭവിക്കുന്ന കയ്യബദ്ധത്തിൽ ജീവിതം പൊലിഞ്ഞവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൂടെ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഡോക്ടർമാർ പോലും ഇതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോയതായിട്ട് നമ്മൾ കേൾക്കാറില്ല. കുറേയൊക്കെ കേസായി, അതായി ഇതായി എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നമ്മൾ ആരും അറിയാറുമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒട്ടുമിക്ക ചാനലുകളിൽ വന്നൊരു വാർത്തയെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് 54 വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് ക്യാൻസറിൻ്റെ ഇത് പറയുന്നു, സർജറി വേണം എന്ന് പറയുന്നു. ഒരുപാട് അത് വ്യാപിച്ച് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ബ്രസ്റ്റ് അങ്ങ് എടുത്ത് മാറ്റണം എന്ന് പറയുന്നു. അങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ വീട്ടിൽ വന്നിരുന്നു. അതിനുശേഷം അവർ വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ ഇവർക്ക് രോഗം ഇല്ല, ക്യാൻസർ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവർ ഡോക്ടറെ സമീപിക്കുന്നു, ഡോക്ടറെ അടുത്ത് കാര്യം പറയുന്നു. എന്നിട്ട് ഡോക്ടറെ അടുത്ത് ഈ ഒരു അവിടെ ചെയ്തതിൻ്റെ റിസൾട്ട് കൂടി കാണിക്കുന്നു. പക്ഷേ ഡോക്ടർ അവിടെ കാണിച്ച കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു സംഭവം നടക്കുന്ന ആ ഒരു സ്ത്രീയുടെ മകൾ പറയുന്നതെന്ന് വെച്ചാൽ, ഡോക്ടർ ആ ഒരു റിസൾട്ട് നോക്കിയോ എന്നറിയില്ല, ഇനി നോക്കിയിട്ടും ക്യാഷ് വല്ലതും, സർജറി നടന്നാലല്ലേ വലിയ തുകകളൊക്കെ അങ്ങോട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ, മേടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചെയ്തതാണോ എന്നും അറിയില്ല എന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത്. ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് ചെയ്ത റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർജറി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ഒരു ബ്രസ്റ്റ് മുറിച്ച് മാറ്റുകയാണ്.
അതിനുശേഷം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ തന്നെ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലും ഇവർക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമില്ല എന്നാണ് പറയുന്നത്. എന്താ അല്ലേ? എങ്ങനെയാണ് ഡോക്ടർമാരെ വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സർജറിക്ക് ഇരുന്ന് കൊടുക്കേണ്ടത്? എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആ ഒരു വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് വരാം. പറഞ്ഞു, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. എനിക്ക് അതിന് മുമ്പ് ഒരു ആരോഗ്യം ഉണ്ടായിട്ടില്ല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓരോ വയ്യായനാൾ വന്നു തുടങ്ങിയത്. ഇത് വയ്യായനാൾ അവിടെ വേദന ഇവിടെ വേദന. ജീവ ലാബിലത്തെ റിസൾട്ടിൽ ഉണ്ട്, ക്യാൻസർ രോഗം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ചെയ്യേണ്ടി വരും, എന്തായാലും ഫുള്ളായിട്ട് കളയണതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. ഒന്നും കൂടി ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്തുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ റിപ്പോർട്ട് 13-ാം തീയതി വന്നതാണ്, ബയോപ്സിക്ക് അയച്ച റിപ്പോർട്ട്. രണ്ടാമത് അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് പോലും അവർ 17-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു. അത് നോക്കാഞ്ഞിട്ടാണോ മനഃപൂർവ്വമാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ അമ്മയുടെ ദേഹത്ത് കത്തി വെക്കണേക്കാൾ മുമ്പ് അവർക്ക് ആ ലക്ഷറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഒന്ന് വായിച്ച് നോക്കായിരുന്നു, എന്നിട്ട് ചെയ്യാമായിരുന്നു. എൻ്റെ ജീവിതകാലം എന്നാണ് വരെ എനിക്ക് ഒന്നും എടുത്താൻ പറ്റാത്തുള്ള ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ. ആ ഒരു വിഷം എടുക്കാൻ പറ്റി. ഇനി ആരുത്തും ഒരമ്മമാരുത്തും ഇന്നലെ വരാൻ പാടില്ല. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഡോക്ടർമാരെ തോപ്പിച്ച് സംസാരിച്ച് ജയിക്കാനൊന്നും നമുക്കറിയില്ല. അവർക്ക് പറയേണ്ട രീതിയിലൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ അവർക്ക് സംസാരിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വീട്ടുകാർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവർ നിയമത്തിൻ്റെ പിറകെ പോകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അവർക്ക് നീതി കിട്ടിയേ പറ്റൂ എന്ന് അവർ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. അവർ അതിനുവേണ്ടി തന്നെ ശ്രമിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. എന്തായാലും ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും, എൻ്റെ അറിവിൽ അങ്ങനെ സംഭവിച്ച ഒരു ഡോക്ടർമാരും ജയിലിൽ കിടന്ന് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പല ഹോസ്പിറ്റലുകളിലും ഡെലിവറി സമയത്ത് ശ്രദ്ധക്കുറവ് കൊണ്ട് മരണം സംഭവിക്കുന്നു, കുഞ്ഞിൻ്റെയും അമ്മയുടെയും മരണം സംഭവിക്കുന്നു, അമ്മയുടെ മരണം സംഭവിക്കുന്നു, കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നു, സർജറി സമയത്ത് ചികിത്സാപ്പിഴവ് മൂലം മരണം സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു ഡോക്ടർമാർ പോലും ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നോ ജീവപര്യന്തത്തിന് ഇറങ്ങി ഇത്രയും നാളും ജയിലിലായിട്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ കേൾക്കാത്തത്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഡോക്ടർമാർ അറസ്റ്റിലായിട്ടുണ്ട്, ജയിലിലായിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വളരെയധികം കെയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.